ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകളുടെ എല്ലാം കീഴിക്കാത്തതിന്റെ കീഴിലേക്ക് പോവാം. ഓക്കെ, ഇന്ന് മത്സരമൊന്നുമില്ല. ടോസും ഇല്ലേ? ടോസിന്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടോ? ഇതിന് മുന്നേ അങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ. ഇപ്പൊ പുതിയതാ. മത്സരം അല്ലെങ്കിൽ ടോസിന്റെ ആവശ്യമില്ല, ആർക്കും കിട്ടുന്നു. ഓക്കെ, ഫസ്റ്റ് വൺ, ലിറ്റിൽ ഹേർട്സ്. ഷെയ്ൻ നിഗം നായകനാവുന്ന സിനിമയാണ്. സിനിമയുടെ റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്, ജൂൺ 7. സിനിമയുടെ റിലീസ് ഡേറ്റ് ആദ്യം പറഞ്ഞിരുന്നത് മെയ് 23 കേട്ടോ. അപ്പോൾ എന്തുകൊണ്ടാണ് അവർ പറഞ്ഞിട്ടില്ല? അതല്ല, പ്ലാനിങ് ഉണ്ടായിരുന്നത്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം മാറ്റാൻ കാരണം? തീർച്ചയായിട്ടും ജൂണിന് ടർബോ വരുന്നുണ്ടല്ലോ, ജൂണിലല്ല 23. അതുകൊണ്ട് തന്നെ ആയിരിക്കും. അടുത്തത്, ഗുരുവായൂർ അമ്പലനടയിൽ. ഓക്കെ, സിനിമയുടെ മ്യൂസിക് റൈറ്റ്സ് സരിഗമ സ്വന്തമാക്കിയിട്ടുണ്ട്. പിന്നെ സിനിമയില് അജു വർഗീസ് ഒരു സോങ് പാടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അഭിനയത്തിൽ മാത്രമല്ല, ഈ ഒരു മേഖലയിലും കൈവെക്കാനുള്ള പ്ലാനാണ് ആൾക്ക്. ആ സോങ്ങിന്റെ തുടക്കം എങ്ങനെയായിരുന്നു? തുടക്കത്തെ കുറിച്ച് ചിന്തിക്കണ്ട, അവസാനത്തിലെത്തിപ്പോ അത് വേണ്ട, അവിടെ ഇരുന്നോട്ടെ. എന്തായാലും അജു വർഗീസ് നന്നായി ഈ സംഭവം, അതായത് ഈ ഒരു ആദ്യമായിട്ട് പാടുന്ന പാട്ടല്ലേ ആള് കരിയറിൽ? ആദ്യമായിട്ടാണോ? ഇതിന് മുന്നേ പാടിയിട്ടില്ലേ? ആളെ പ്ലേ ബാക്ക് സിംഗറായിട്ട് അവതരിപ്പിക്കുന്നതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അപ്പോൾ ആദ്യമായിട്ട് പാടുന്നതായിരിക്കും. നോക്കാം. ഗുരുവായൂർ അമ്പലനടയിൽ സിനിമ മെയ് 16 റിലീസിനെത്തുന്നത്. ഓക്കെ, അടുത്ത കിഴി, മാർക്കോ സിനിമയുടെ പൂജ ഇന്നലെ നടന്നു, മെയ് 3. സ്റ്റിൽസ് ഷൂട്ടും തുടങ്ങി കേട്ടോ. അനീഫ് ഫാദിനെയാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. നമ്മുടെ മിഖായൽ സിനിമയിലെ ആ ഒരു വില്ലൻ കഥാപാത്രം ഉണ്ടല്ലോ, ആ കഥാപാത്രത്തിനെ അങ്ങനെ തന്നെ അവതരിപ്പിക്കുമെന്ന് അറിഞ്ഞൂടാ. വില്ലനായിട്ടാണോ നായകനായിട്ടാണോ എന്നുള്ള അറിയില്ല. ആള് അതിന്റെ ഇവര് പറഞ്ഞിരുന്ന സാധനത്രേ ഉള്ളൂ. എന്താ പറയാ, മിഖായലിലെ ആള് വില്ലനായത് അതുവരെ വില്ലനായിട്ടൊന്നും അല്ല. ആൾക്ക് വന്ന സംഭവം കൊണ്ട് ആള് വില്ലനായി മാറി എന്നുള്ളതാണ്. അപ്പൊ അതിന് മുന്നേ ഉള്ളത് എന്താണോ അതാണ് കാണിക്കുന്നത്. ആളെ ഹീറോ ആയിട്ട് അവതരിപ്പിക്കുന്നു. യെസ്. അടുത്തത്, ഓക്കെ, ബ്ലഡി ബഗർ. കവിൻ നായകനാവുന്ന സിനിമയാണ്. ശിവബാലൻ മുത്തുകുമാർ ഡയറക്ട് ചെയ്യുന്ന സിനിമ. പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ നെൽസൺ പ്രൊഡക്ഷൻസ്. അടിപൊളി പ്രൊഡക്ഷൻ കമ്പനി സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് മൂവി ബ്ലഡി ബഗർ. കവിന്റെ സ്റ്റാർ സിനിമ റിലീസിന് ഒരുങ്ങുകയാണ്. മെയ് 9 മെയ് 10 മെയ് 10 മെയ് 9 ഓർമ്മയില്ല. ഓക്കെ, അടുത്ത കിഴി അളിയാ പിടിച്ചോ. ഗർ സിനിമയുടെ ഒഫീഷ്യൽ ടീസർ ഇന്ന് രാവിലെ 10 മണിക്ക് എത്തിയിട്ടുണ്ട്. നമ്മളിത് കണ്ടു. ഭയങ്കരമായിട്ട് റിയാക്ഷൻ ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞങ്ങളത് ഉപേക്ഷിക്കുകയായിരുന്നു ആ റിയാക്ഷൻ. എന്തായാലും സംഭവം അതുകൊണ്ടാണ് കിഴിയിൽ ഉൾപ്പെടുത്തിയത്. സംഭവം ഇത്രേ ഉള്ളൂ, ചെറിയൊരു സംഭവം. അതെ, ചെറിയൊരു കണ്ടന്റ് ആണ്. അതായത് മറ്റേ വെള്ളം അടിച്ചിട്ട് തിരുവനന്തപുരം മൃഗശാലയിലെ സിംഹത്തിന്റെ കൂട്ടിൽ ഒരു യുവാവ് എടുത്ത് ചാടുന്നു. ആളെ രക്ഷിക്കാൻ പെടാപ്പാട് വിടുന്ന ടീമായിട്ടാണ് നമ്മുടെ സുരാജ് വെഞ്ഞാറമൂടും ടീമും. അത്രയാണ് സംഭവം ഉള്ളത്. എന്തായാലും ആളെ രക്ഷിക്കാനായിട്ട് ആൾ എടുത്തു ചാടി. രക്ഷിക്കുന്നതിൻ്റെ ആ തൊട്ട് മുൻപ് സിംഹം അവതരിക്കുന്നു. എല്ലാവരും ഓടി, പക്ഷെ നമ്മുടെ ചാക്കോച്ചൻ മാത്രം അവിടെ വെക്കുന്നു. അടിച്ചു പൂസല്ലേ, എന്ത് സിംഹം. ഇനി സിംഹത്തിനെങ്ങാനും വലിച്ചു കീറുമെന്നുള്ളതാണ് കാണേണ്ടത്. അതെ. അടുത്തത്, ഓക്കെ, ഖാലിദ് റഹ്മാൻ നെക്സ്റ്റ് മൂവി. അയ്യോ, സിനിമയുടെ പൂജ കഴിഞ്ഞു, ഷൂട്ട് കഴിഞ്ഞ ദിവസം തുടങ്ങിയിട്ടുണ്ട്. നസ്ലൻ, ഗണപതി, പിന്നെ ലുക്മാൻ, അനഘ രവി ഇവരെല്ലാവരും ഒരുമിക്കുന്ന സിനിമയാണ്. ഒരു കോമഡി സ്പോർട്സ് എന്റർടൈനർ എന്നാണ് കേൾക്കുന്നത് കേട്ടോ. എന്താണെങ്കിലും നല്ല, അതായത് ആളുടെയും ഫസ്റ്റ് പ്രൊഡക്ഷൻ ആണെന്ന് തോന്നുന്നു. ആള് പ്രൊഡക്ഷനിലേക്ക് ഇറങ്ങുന്ന ആദ്യത്തെ സിനിമ. കുറച്ച് ടീമുണ്ട് കേട്ടോ ആളുടെ കൂടെ. എന്തായാലും അടുത്ത കിഴി ഞാൻ ഓൾറെഡി എടുത്തു കഴിഞ്ഞു. കാവ്യ ഫിലിംസിൻ്റെ നെക്സ്റ്റ് മൂവിയാണ്. ആസിഫ് അലിയാണ് ചിത്രത്തിൽ നായകനായി വരുന്നത്. ഇതിൻ്റെ ഷൂട്ട് തുടങ്ങിയിട്ടുണ്ട്, പൂജ കഴിഞ്ഞിട്ടുണ്ട്. സ്റ്റിൽസ് അനശ്വര രാജനാണ് നായികയായിട്ട് വരുന്നത് കേട്ടോ. മനോജ് കെ ജയൻ പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. ഇവർ 3 പേരാണ് വലിയ ഏറ്റവും മെയിൻ കഥാപാത്രങ്ങൾ ചെയ്യുന്നത്. ആസിഫ് അലി, അനശ്വര, മനോജ് കെ ജയൻ. അടുത്തത്, അല്ലേ ഇത് ചെയ്യുന്ന സംവിധായകൻ ആരാന്നറിയോ? ജോഫിനാട്ടോ, അതായത് ദ പ്രീസ്റ്റ് സംവിധായകൻ. ഗു സിനിമയുടെ സെൻസറിങ് കഴിഞ്ഞിട്ടുണ്ട്. US സർട്ടിഫിക്കറ്റ് ആണ്. മനു രാധാകൃഷ്ണനാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. നമ്മുടെ മാളികപ്പുറം ടീമാണ് സിനിമ ഫുൾ. അതായത് മാളികപ്പുറത്തിൽ അഭിനയിച്ച അച്ഛനും മകളും ഷൈജു കുറുപ്പും ദേവാനന്ദി രണ്ടുപേരും മെയിൻ കഥാപാത്രങ്ങളാവുന്ന സിനിമയാണ് ഗോ. അതും കുറച്ച് അങ്ങനത്തെ ഒരു സംഭവം തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ, അതിന്റെ എഴുത്തൊക്കെ കണ്ടിട്ട്. അതായത് നമ്മുടെ കാന്താര വൈബൊക്കെ ആ ഒരു ഈ തെയ്യോ അങ്ങനത്തെ എന്തൊക്കെ സാധനങ്ങളുടെ ടച്ചൊക്കെ തോന്നുന്നുണ്ട്.
ഓക്കെ, അടുത്ത കിഴി കങ്കുവ. കങ്ക കങ്ക കങ്കുവ. അതായത് നമ്മുടെ ജ്യോതിക പറഞ്ഞിരിക്കുന്നത് തൻ്റെ ഭർത്താവ് 200% ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിൽ എപ്പോഴും കങ്കുവയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു വലിയ സംഭവം എന്തോ വരാൻ പോകുന്നു എന്നുള്ളൊരു ഫീലാണ്. തോന്നലാണ്. ഈ ഭൂമിയിലോ മറ്റേ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നതിന് മുന്നേ ഒരു തോന്നൽ ചിലർക്ക് തോന്നൂലേ, പ്രളയം. അതിനുള്ള തെളിവാണ് ഇതിൻ്റെ എല്ലാ വീഡിയോസും. ഇതിൻ്റെ എന്തൊക്കെ വന്നിട്ടുണ്ടോ അതൊക്കെ ഗംഭീര സാധനം. അടുത്തത് ഓക്കെ, ആവേശം. സിനിമയുടെ OTT റിലീസിനെ കുറിച്ച് ഭയങ്കരമായിട്ടുള്ള റൂമറുകൾ കേൾക്കുന്നുണ്ട്. മെയ് 9 സിനിമ OTT റിലീസിനെത്തും ആമസോൺ പ്രൈമിൽ എന്നാണ് കേൾക്കുന്നത് കേട്ടോ. കൺഫേം ആയിട്ട് ഒഫീഷ്യൽ ആയിട്ടൊന്നും വന്നിട്ടില്ല. 9 വരുമോ? വരാൻ ചാൻസ് ഉണ്ട്. 30 ദിവസത്തേക്ക് കൊടുത്തേക്കുന്നെങ്കിൽ, അതായത് 30 ദിവസമാണ് തിയേറ്റർ ഇത് ചെയ്തേക്കുന്നെങ്കിൽ OTT എന്തായാലും വരും. അതായത് OTTയിൽ കൊടുക്കുന്നതിന് മുൻപ്, അതായത് സിനിമ റിലീസിന് എത്തുന്നതിന് മുൻപേ ഈ കോൺട്രാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രശ്നമാണല്ലേ. സാധാരണ ഇപ്പൊ അങ്ങനെയാണല്ലോ, 1 മാസം തിയേറ്ററിൽ ഓടിക്കണം, അതിന് ശേഷം OTTക്ക് എന്നുള്ളതാണ് എഴുതാറുള്ളത്. ഇപ്പൊ അങ്ങനെയാണെങ്കിൽ പക്ഷെ വൻ നഷ്ടമായിരിക്കും കേട്ടോ അത്. അതെ, ഇപ്പോഴും ഹൗസ്ഫുൾ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. 150 തൊടും എന്നുള്ളതാണ് നമ്മുടെ മോളിൽ പോകും. ഇപ്പോഴും. അതായത് എത്ര സിനിമ റിലീസിനെത്തി? ഇന്നലെ തന്നെ 140 കോടിയായി. ഇനിയിപ്പോ എത്രയോ ദിവസങ്ങൾ, ഇനി 9 തീയതി ആണെങ്കിൽ പോലും ഇനി 4-5 ദിവസം കിടക്കുകയാണ്. അപ്പൊ എന്തായാലും 150 മുകളിൽ അടുത്തത്. യെസ്, എന്തായാലും അടുത്ത കിഴി എമ്പുരാൻ. എമ്പുരാൻ സിനിമയുടെ ബിഗ് അപ്ഡേറ്റ്, ഗുജറാത്ത് ഷെഡ്യൂൾ ഉടനടി തുടങ്ങും എന്നുള്ളതാണ് കേൾക്കുന്നത് കേട്ടോ. എന്തായാലും സിനിമയുടെ ഒരു ഗ്ലിംസ് വീഡിയോ നമ്മുടെ ലാലേട്ടൻ്റെ ബർത്ത്ഡേക്ക് വരും എന്നുള്ളതിൻ്റെ ഒരു സൂചന കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഒരു ഗ്ലിംസ് വീഡിയോ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ പോസ്റ്റർ ആയിരിക്കാം. സെക്കൻഡ് ലുക്ക് മേ ബി സ്റ്റീഫനെ ശരിക്കും മുഖം കാണിക്കൂലേ? പിന്നാമ്പുറല്ലേ കാണിച്ചിട്ടുള്ളൂ, ഇനി മുന്നാമ്പുറം കാണിക്കും. പിന്നാമ്പുറം കാണിച്ചു എന്ന് പറഞ്ഞാല് മറ്റേത് ഖുറേഷി അബ്രാം ഖുറേഷിനല്ലേ കാണിച്ചത്. അതെ, സ്റ്റീഫൻ നെടുമ്പോളി വൈറ്റിൽ വന്നിട്ടില്ലല്ലോ. ഇല്ല. അപ്പം അല്ല, അതും മുൻഭാഗം കണ്ടിട്ടില്ല. അത് തന്നെ പറഞ്ഞ അത് മുൻഭാഗം പിന്നെ കാണണം, നമുക്ക് അറിയാലോ ഖുറേഷി അബ്രാം ഖുറേഷി. അപ്പൊ സ്റ്റീഫനെ നമുക്കറിയാം, എന്നാൽ പോലും സ്റ്റീഫനെ കാണാനാണ് ഒന്നും കൂടി ഒരു താല്പര്യം. ഓക്കെ, എന്തായാലും ഈ അതായത് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ആണെങ്കിൽ അല്ലെങ്കിൽ ഗ്ലിംസ് വീഡിയോ പുറത്ത് വരുന്നുണ്ടെങ്കിൽ ഇതിൽ റിലീസ് ഡേറ്റും കൂടി അറ്റാച്ച് ചെയ്യും എന്നുള്ളതാണ് കേൾക്കുന്നത് കേട്ടോ. സിനിമ റിലീസ് ഡേറ്റ് പ്ലാൻ ചെയ്യുന്നത് മാർച്ച് 27, അതായത് 2025. ഏകദേശം 1 വർഷത്തോളം ഗ്യാപ്പ്. എന്താണെങ്കിലും അത്രയും വേണ്ടി വരും, കാരണം അത്രയും വലിയ രീതിയിൽ സിനിമ ഇറങ്ങുമ്പോൾ അതിന് വേണ്ടിയിട്ട്. അതായത് ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ ഇന്ദ്രജിത്ത് പറഞ്ഞു കേട്ടില്ലേ, 20% കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ ഷൂട്ട്. അത് എത്ര ദിവസം അധികം ദിവസമൊന്നും ആയിട്ടില്ലല്ലേ, അപ്പൊ 20% ആവും ചെയ്തില്ലേ. അതെ, പക്ഷെ പുറത്തൊക്കെ ഉള്ള ഏതാണ്ട് തീർന്നു എന്നുള്ളതാണ് കേൾക്കുന്നത്. അതിന് സിനിമയിലാകെ 40% അങ്ങനെ കണ്ടാണ് പുറത്തെ സാധനം കാണിക്കുന്നുള്ളൂ എന്നാണ് കേൾക്കുന്നത്. ഒക്കെ റൂമറുകളാണ്. എന്താണെങ്കിലും അടുത്ത കിഴി കാന്താര ചാപ്റ്റർ 1. വാവ്. സിനിമയുടെ ഫസ്റ്റത്തെ 20 ദിവസത്തെ ഷെഡ്യൂൾ ഈ ആഴ്ച സ്റ്റാർട്ട് ചെയ്യും. അതിനു വേണ്ടിയിട്ടുള്ള സെറ്റിന്റെ വർക്കിലാണ്. അതായത് ഒരു ഫോറസ്റ്റ് തന്നെ സെറ്റ് ഇട്ടേക്കാണ് എന്നാണ് കേൾക്കുന്നത് കേട്ടോ. വലിയ സെറ്റിൽ ഒരുങ്ങുന്ന ഒരു സിനിമ. അത് 20 ദിവസമാണ് ഇപ്പോൾ ഷൂട്ട് അല്ലേ? ഫസ്റ്റ് ഷെഡ്യൂൾ 20 ദിവസം. ഓക്കെ, അത് ഈ ആഴ്ച സ്റ്റാർട്ട് ചെയ്യും. ഈ 20 ദിവസവും അത് വനത്തിലുള്ള സീനുകളാണെന്നുള്ളതാണ്. ഗംഭീരമായിരിക്കും കേട്ടോ, പൊളിക്കും. ഓക്കെ, അടുത്ത കിഴി വേട്ടയ്യൻ. വേട്ടയ്യൻ സിനിമയുടെ ലേറ്റസ്റ്റ് പിക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ ലെജൻസ് ആയിട്ടുള്ള അമിതാഭ് ബച്ചനും രജനീകാന്തും ഒരുമിച്ചുള്ള സ്റ്റിൽസുകളാണ്. ഇപ്പോൾ ആ ഒരു പോർഷനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കൊള്ളാം, 2 ലെജൻസും ഒരുമിച്ച്. അടുത്തത് ടോക്സിക് സിനിമയിൽ നമ്മൾ കരീന കപൂറിനെ ഓൾറെഡി ഓൺ ബോർഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് യഷിൻ്റെ സിസ്റ്ററായിട്ട്. ആ സ്ഥാനത്തേക്ക് എന്തോ കരീനയുടെ ഡേറ്റിൻ്റെ ഇഷ്യൂ കൊണ്ട് നയൻതാരനെ സെലക്ട് ചെയ്തു എന്നാണ് കേൾക്കുന്നത് കേട്ടോ. നന്നായില്ലേ അങ്ങനെയാണെങ്കിൽ? നയൻതാരയും യഷും കൂടി വരുമ്പോൾ ഓരോ സ്ക്രീൻ പ്രസൻസിന്റെ കാര്യത്തിൽ രണ്ടുപേരും വേറെ ലെവലാ. അതായത് ഒരു കൊമ്പനാണല്ലോ യഷ്, ആ കൊമ്പനനുസരിച്ചുള്ള ഒരു സ്ക്രീൻ പ്രസൻസ് കൊടുക്കുന്ന ഒരു കഥാപാത്രം ആവണം. പെങ്ങളുടെ കഥാപാത്രം വളരെ വലിയ കഥാപാത്രം എന്നുള്ള കേട്ട് പേഴ്സണലി എനിക്ക് തോന്നിയത് കരീനയെക്കാട്ടിലും ബെറ്റർ എന്തുകൊണ്ടും നയൻതാര. അത് അടിപൊളിയായിരിക്കും. കരീന കപൂറിന് സ്ക്രീൻ പ്രസൻസ് ഇല്ല എന്നുള്ളതല്ല, മോശമാണെന്നും അല്ല കേട്ടോ, പക്ഷെ അതിനേക്കാളും ഒന്നും കൂടി കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്യാൻ എന്താ പറയാ, അതായത് ഒരു ലേഡി സൂപ്പർ സ്റ്റാർ എന്നുള്ള രീതിയിലേക്ക് തീർച്ചയായിട്ടും ഉള്ള ഒരു വളർച്ച നമുക്കറിയാലോ നമ്മുടെ നയൻതാരയുടെ. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അതായത് ആളുടെ ഹൈറ്റും സ്ക്രീൻ പ്രസൻസും അഭിനയവും ആളുടെ ടോട്ടൽ ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ അതിൽ വരും.
എന്തായാലും വെയിറ്റ് ചെയ്യാം. ഒഫീഷ്യലി അനൗൺസ്മെന്റ് വന്നിട്ടില്ല, ഉടനെ വരുമായിരിക്കും. അപ്പോൾ എന്തായാലും കിഴി എപ്പിസോഡ് തീർന്നിരിക്കുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ കാണാം. ബൈ.